ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ? ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ. അപ്പം ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കും കേട്ടോ. അപ്പം ജോലിക്ക് പോകേണ്ട ആൾ ജോലിക്ക് പോയി, സ്കൂളിൽ പോകേണ്ട ആൾ സ്കൂളിൽ പോയി. അപ്പോൾ ഇനിയിപ്പോൾ ഉച്ചയ്ക്കത്തെ പരിപാടിയാണ്. അപ്പം ഞാൻ അരിയൊക്കെ അടപ്പയിലിട്ട്, കുക്കറിൽ അരിയൊക്കെ അടപ്പയിലിട്ട് ഇനി എന്തെങ്കിലും കറി വെക്കണം. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് നമ്മൾ പപ്പടം വറുത്തല്ലേ കഴിക്കുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇന്നൊരു കറിയാക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ അത് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്. വായു. അപ്പം അതിനാവശ്യമായിട്ടുള്ള സാധനമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടേ. 2-3 സവോള എടുത്തു, പിന്നെ ബാക്കി സാധനമൊക്കെ ഉണ്ട്, പച്ചമുളക്, കറിവേപ്പില, അങ്ങനത്തെ സംഭവമൊക്കെ. അപ്പം ഇതൊക്കെ ഒന്ന് കഴുകി നമുക്ക് തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. പണ്ടൊക്കെ എൻ്റെ അമ്മ പപ്പടക്കറി വെച്ച് ഞാൻ കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പക്ഷേ അങ്ങനെ പപ്പടക്കറി ഉണ്ടാക്കിയിട്ടേ ഇല്ലേ. ഞാനിങ്ങനെ പപ്പടം കാച്ചുക, കാച്ചുക വറക്കുക എന്ന് പറയും, ഞങ്ങളുടെ അവിടെ കാച്ചുക എന്ന് പറയും. അപ്പം അങ്ങനെ ഞാൻ ചെയ്യാറുള്ളൂ. ഇന്ന് ഞാൻ ഓർത്തൊന്ന് കറി വയ്ക്കാം എന്നോർത്തു. അപ്പം നമുക്ക് വേറെ കറിയൊന്നും അങ്ങനെ ഉണ്ടാക്കണ്ടല്ലോ, ഒരു ഇതിലങ്ങ് പപ്പടത്തിലങ്ങ് കറിയാവുമല്ലോ. അതിനായിട്ട് നമുക്ക് ഈ ഉള്ളിയൊക്കെ ഒന്ന് കഴുകി, എന്താ പറയുക, തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുക്കട്ടെ. ഉള്ളിയൊക്കെ പൊളിച്ച് കഴുകി എടുത്തിട്ടുണ്ട്. ഇതെൻ്റെ ശത്രുവാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇത് എപ്പോൾ അരിഞ്ഞാലും ഞാൻ കരയും. എനിക്ക് ചെയ്യാനുള്ള മടിയുള്ളൊരു സംഭവമായത്. ഇതൊക്കെ നമുക്ക് നടുക്കൂടെ ഒന്ന് കീറിയിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഈ നടുക്കൂടെ എന്താ അരിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അപ്പം ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് 2 പച്ചമുളകും അതിനകത്ത് കീറി ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഉള്ളി അരിഞ്ഞ് ഒരു കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് വന്നതാണ്. ഇഞ്ചിയാണേ, ഞാൻ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചി ഒരു 2-3 അല്ലി വെളുത്തുള്ളി. വെളുത്തുള്ളി പൊളിച്ച് കഴുകി വെച്ചിരിക്കുന്നതാണേ. അതുകൊണ്ട് ഞാൻ കഴുകാതെ തരിയുമ്പോൾ നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെയെന്ന്.
നമ്മൾ പപ്പടമൊക്കെ ഇവിടെ റെഡിയാണ്. ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തു. 2 പച്ചമുളക്, സബോള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറുതായിട്ട് വെളുത്തുള്ളി അരിഞ്ഞ് അങ്ങനെ പപ്പടമൊക്കെ ഞാനൊന്ന് പൊട്ടിച്ചെടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവേ. അത് ഒരു 3-4 പപ്പടം ഒന്നിച്ച് വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏത് ഷേപ്പിലാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ. ഞാനൊരു എന്താ പറയുന്നത്, ഒരു ഡയമണ്ട് കണക്കാണ് കട്ട് ചെയ്ത് ഞാൻ കുറേശ്ശെ കട്ട് ചെയ്തെടുത്തത്. ഞാൻ ആ 1 കവർ പപ്പടം മൊത്തം എടുക്കുന്നില്ല, ഒരു പകുതിയേ എടുത്തിട്ടുള്ളേ. അങ്ങനെ പപ്പടമൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതിനകത്തോട്ട് വെക്കുക. നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവേ. നീളത്തിൽ കട്ട് ചെയ്താൽ നല്ല രസമായിരിക്കും. ഞാനിപ്പോൾ ഡയമണ്ട് കണക്കാണ് കട്ട് ചെയ്തെടുത്തത്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് എടുത്തുള്ളൂ, ഒരുപാടൊന്നും എടുത്തില്ല. പിന്നെ രണ്ടാമത് ഞാൻ എങ്ങനെയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് എന്ന് നോക്കിക്കേ. ഓരോ രീതിയിൽ അങ്ങ് പെട്ടെന്ന് കട്ട് ചെയ്തെല്ലാം സെറ്റാക്കി വെച്ചേ. ഇനി ചീനിച്ചട്ടി വെച്ച് നമുക്ക് എണ്ണയൊക്കെ ഒഴിച്ച് കൊടുത്ത് ചീനിച്ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് നമുക്ക് പപ്പടം തന്നെ ഇതേ സൈസാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഏത് സൈസിൽ വേണമെങ്കിലും ആക്കാം. എന്നിട്ട് ഇതൊന്ന് വറുത്ത് മാറ്റിയെടുക്കാവേ. പപ്പടം ഇട്ട് കൊടുക്കുവാണേ. ഞാൻ ആ എണ്ണയിലോട്ട് തന്നെയാണ് കറി വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം. അതിനകത്ത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. അതൊന്ന് പൊട്ടട്ടെ. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞ് വെച്ചേക്കുന്ന ഇടാവേ. അതിൻ്റെ കളറൊക്കെ മാറി. ഇനി ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചേക്കുന്നതാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. കാരണം നമുക്ക് പപ്പടത്തിൽ ഉപ്പുണ്ടല്ലോ, അപ്പോൾ അതനുസരിച്ച് കുറച്ച് ഉപ്പ്, ഒരു ലേശം ഉപ്പ് ഉള്ളി വാടാനായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ആ കറി മസാലയൊക്കെ ചേർത്ത് പപ്പടമൊക്കെ ചേർത്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കിയിട്ട് നമുക്കതനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കഴുകി വെച്ചേക്കുന്നതാണ്. കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. കുറച്ച് ബാക്കി ഇവിടെ ഇരിക്കട്ടെ. ഏകദേശം വാടി വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാവട്ടെ. എന്നിട്ട് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാവേ. ഉള്ളി ഏകദേശമായി. ഇനി പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവേ. എരിവിൻ്റെ അനുസരിച്ച് ചേർക്കുക. എരിവ് വേണ്ടിയവരാണെങ്കിൽ അതനുസരിച്ച് ചേർക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി ഞാൻ ചേർത്തിട്ടുള്ളേ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി,
ഗരം മസാല വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ചേർക്കണമെങ്കിൽ ചേർക്കാം. പിന്നെ കുറച്ച് കുരുമുളക്, ഞാനിപ്പോൾ ഇട്ടത് ഗരം മസാലയല്ല, കുരുമുളക് പൊടിയാണേ. ഞാൻ ഗരം മസാല ഇടുന്നില്ല. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ, പച്ചമണം മാറുന്നിടം വരെ ഇളക്കി. എൻ്റെ ചട്ടി കിടന്നാണെങ്കിൽ ഡാൻസ് കളിക്കുക. വലിയൊരു ചട്ടിയാണ് വെച്ചേക്കുന്നത്. ഉപ്പ് നമ്മൾ ആ ഉള്ളി വാട്ടാൻ നേരത്ത് ഇട്ട് കൊടുത്തല്ലോ, ഉള്ളി വഴട്ടാൻ നേരത്ത് ഇട്ട് കൊടുത്തായിരുന്നു. ഇനി നമുക്ക് പപ്പടമൊക്കെ ചേർത്ത് കറി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ള കറിയാണ്, സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പപ്പടക്കറി. എന്നും പപ്പടം വറുത്തൊക്കെ കഴിച്ച് മടുത്തവർക്കൊക്കെ ഇങ്ങനൊരു കറി, നല്ല ചൂട് ചോറൊക്കെ വിളമ്പി അതിനകത്തോട്ട് ഈ പപ്പടക്കറിയൊക്കെ ഒഴിച്ച് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാവേ. വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചൊന്ന് തിളക്കട്ടെ. അടച്ചു വെക്കാം. അപ്പം നമ്മുടെ അരപ്പൊക്കെ ഏകദേശം തിളച്ച് ഈ പരുവായേ. ഇനി നമുക്ക് നമ്മുടെ പപ്പടം ഇട്ട് കൊടുക്കാവേ. കിലാ കേൾക്കുന്നുണ്ടോ? ഇതൊന്ന് ഇളക്കി കൊടുക്കാം. കാരണം കുറച്ച് ചാറ് അതിനകത്തുള്ളപ്പോൾ തന്നെ നമ്മൾ പപ്പടം ഇട്ട് ഇളക്കിയെടുക്കണം, അല്ലെങ്കിൽ ഒരിതില്ല. കുറച്ച് വെള്ളമയത്തോടു കൂടി തന്നെ ഇളക്കി അത് സെറ്റാക്കിയെടുക്കണം. നമുക്ക് 2 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കാവേ. ഇനി നമുക്ക് നമ്മുടെ പപ്പടക്കറി ഒന്ന് തുറന്ന് നോക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മണ്ടയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്ത് ഇളക്കാവേ. പപ്പടക്കറി ഇവിടെ റെഡിയായി. അപ്പം ഒരു ഇച്ചിരി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. കാരണം വേറൊന്നുമില്ല, ഉപ്പും എരിയൊക്കെ കറക്റ്റാണോ എന്ന് അറിയാനാണ്. ഞാനെടുത്ത പപ്പടത്തിന് നല്ല ഉപ്പുണ്ടായിരുന്നേ. പിന്നെ അന്നേരം നമ്മൾ അത്രയും ഉപ്പിട്ട് കൊടുത്തല്ലോ, അപ്പോൾ ഉപ്പും എരിയും ഒക്കെ നല്ല പാകത്തിനായിട്ടുണ്ട്. അപ്പം നമ്മുടെ പപ്പടക്കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ടേ. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മൾ പപ്പടമൊക്കെ എപ്പോഴും പൊരിച്ചൊക്കെ തിന്ന് മടുത്തവർക്കൊക്കെ ഏറ്റവും നല്ലതായിരിക്കും. പക്ഷേ ഇത് നല്ല ചൂട് ചോറിൻ്റെ കൂടെ ആയിരിക്കും നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെന്താ പറയുക, നല്ല പാകത്തിന് ഉപ്പും പിന്നെ എരിയും മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നമ്മൾ കുരുമുളകൊക്കെ ചേർത്തുകൊണ്ട് നല്ല എരിയൊക്കെ ഉണ്ടേ. അപ്പം ഇങ്ങനെ ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാവേ. ടാറ്റാ.